ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ മീനാക്ഷി കഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് അമ്മാവൻ കൊണ്ടുവന്ന ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് നട്ട്സും അതുപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റും അതുപോലെ തന്നെ പെർഫ്യൂം ഒക്കെ ആയിട്ട് വരും കേട്ടോ. അതേസമയം ദേവിയാണെങ്കിൽ ഗോമതിന് എരിവിരി കയറ്റുവാണ്. അമ്മേ നോക്ക്, ഇത് പതുക്കെ പതുക്കെ ഇങ്ങനെയാണ് ആൺപിള്ളേരൊക്കെ അമ്മമാരുടെ കയ്യിൽ നഷ്ടപ്പെട്ട് പെൺവീട്ടുകാരുടെ കയ്യിലേക്ക് ആവണത്. ഇത് കണ്ടില്ലേ, മീനാക്ഷി ഇന്നലെ പോയി പോട്ടെ എന്ന് വെക്കാം, കഴിഞ്ഞ ദിവസവും പോയി പോട്ടെ, ഇന്നും പോയി, ഇപ്പൊ എല്ലാ ദിവസവും പോകണം അമ്മേ. ഇങ്ങനെ പോവാണെങ്കിൽ അവരവിടുത്തെ എല്ലാ ദിവസവും അങ്ങോട്ട് പോകും, അവിടെ സ്ഥിരതാമസം ആക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ടേ. മീനാക്ഷി അങ്ങനെയൊന്നും അല്ലെന്ന് ഗോമതി പറയുമ്പോ ഇതന്നെയല്ല അമ്മമാരുടെ കുഴപ്പം, തന്റെ മക്കൾ അങ്ങനെ ചെയ്യില്ലെന്ന് കണ്ണടച്ച് അങ്ങോട്ട് വിശ്വസിക്കും. അമ്മേ, ഈ സ്ഥാനത്ത് എന്റെ വീട്ടുകാരാണെങ്കിലും ഉണ്ടല്ലോ, ഞാൻ ആനന്ദനെ കൊണ്ട് 2 ദിവസം അടപ്പം നിന്ന മോളെ ദേവി, ഇത് ശരിയാവില്ല. നിന്റെ വീട് ദേവമംഗലമാണ്, അവിടെ പോയി വേണം നിൽക്കാനായിട്ട് എന്ന് എന്റെ അമ്മ പറഞ്ഞു ഉപദേശിക്കും. പക്ഷെ മീനാക്ഷിയുടെ വീട്ടുകാരെ അങ്ങനെയല്ല. മീനാക്ഷിനെയും അതുപോലെ തന്നെ ആകാശിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ പിടിച്ചു നിർത്തുവാണ്. ഞാനൊരു കാര്യം പറയാം, അമ്മക്കമ്മേന്റെ ആകാശം നഷ്ടപ്പെടണ്ടെന്നുണ്ടെങ്കിൽ അത് മതി എന്ന് പറയാണ്. അങ്ങനെ എപ്പോഴാണ് അവിടേക്ക് മീനാക്ഷി ഇങ്ങനെ സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ. രണ്ടുപേരുണ്ടല്ലോ. ഞാൻ വീട്ടിൽ പോയപ്പോഴേ കൊച്ചച്ഛൻ വന്നിരുന്നു ഗൾഫിൽ നിന്ന്. അപ്പൊ ഗൾഫിൽ നിന്ന് വന്നപ്പോഴേക്കും കുറച്ച് പെർഫ്യൂമും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവന്നു. ഇന്ന ദേവി എടുത്തി എനിക്ക് വേണ്ട, എനിക്ക് ഗൾഫിലെ ചോക്ലേറ്റിന്റെ മണം കേൾക്കുമ്പോഴേ ഇങ്ങനെ ഓക്കാനിക്കാൻ വരും. പെർഫ്യൂം ഞാൻ പിന്നെ യൂസ് ചെയ്യാറേ ഇല്ല, എനിക്ക് വേണ്ട. ഇതൊക്കെ കണ്ടാൽ ഇവരെ ചാത്ത സാധനമായിരിക്കും, ഗൾഫിലുള്ളതൊന്നും ആയിരിക്കില്ല. ചില ആൾക്കാരെ ഗൾഫിലാണെന്ന് പറഞ്ഞിട്ടേ കുറച്ച് സാധനങ്ങൾ ഇവിടെ തന്നെ കിട്ടുമല്ലോ അമ്മേ. ഇപ്പൊ ഇവിടെ എല്ലാ മാർക്കറ്റിലും ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടാറുണ്ടല്ലോ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് ഗൾഫിലെ കവറാന്ന് പറഞ്ഞിട്ട് ആ കവറിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അതെ, എന്റെ കൊച്ചച്ഛൻ അങ്ങനെ കള്ളത്തരം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് മീനാക്ഷി പറയുമ്പോ, അയ്യോ മീനാക്ഷിയുടെ കൊച്ചിന് കള്ളത്തരം കാണിച്ചു എന്നല്ല, അങ്ങനത്തെ ആൾക്കാരും ഉണ്ടേ. ഇത് കണ്ടിട്ട് എന്തൊരു ലോക്കൽ സെറ്റപ്പ് പോലെ എനിക്ക് തോന്നി, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, എനിക്കെന്തായാലും വേണ്ട എന്നിങ്ങനെ പറയാണ്. ഗോമതിട്ട് പറയണ്ട അമ്മേ, ഇന്നമ്മ സ്വീറ്റ്സ് എന്ന് പറയുമ്പോഴേക്കും വേണ്ട, ഞാനിപ്പോ ചോക്ലേറ്റ് ഒന്നും കഴിക്കാറില്ല മോളെ, അധികം മധുരമൊന്നും കഴിക്കാറില്ല. എന്നാ കുഴപ്പമില്ല അമ്മ, ഈ പെർഫ്യൂം പിടിച്ചോ. വേണ്ട മോളെ, ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല, നിനക്കറിയാലോ, എനിക്ക് വേണ്ടാനിട്ടാ എന്ന് പറയാണ്. അത് കേൾക്കുന്നത് മീനാക്ഷിക്ക് ദേഷ്യവും വിഷമവും ഒക്കെ വന്നിട്ട് വേഗം തന്നെ റൂമിലേക്ക് പോയിട്ട് കഥ കിടക്കാട്ടോ. അത് കഴിയുമ്പോ ഗോമതി പറയുന്നുണ്ട് ദേവി എടുത്ത്, അയ്യോ മോളുടെ അടുത്ത് അങ്ങനെ പറയേണ്ടിയിരുന്നില്ലല്ലേ, വേണ്ടാന്ന് പറഞ്ഞപ്പോ അവൾക്ക് വലുത്ത വിഷമോയെന്ന് തോന്നുന്നു. ഇതിനേക്കാളും വിഷമവും ആകാശ് മീനാക്ഷി വീട്ടിൽ എന്നേക്കുമായിട്ട് നിൽക്കുമ്പോ. അതുകൊണ്ട് ചെറിയ വിഷമം വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് പറയണം. പിന്നീട് മീനാക്ഷി നേരെ പോണത് നമ്മുടെ ആര്യന്റെ റൂമിലേക്കാണ്. അപ്പൊ മിത്രയോട് ചോദിക്കുന്നുണ്ട്, മിത്ര നിന്റെ പനിയൊക്കെ കുറഞ്ഞോ എന്ന് ചോദിക്കുമ്പോ കുറഞ്ഞു. ഇപ്പൊ നല്ല പനിയൊക്കെ കുറഞ്ഞല്ലോ. അല്ല ആകാശ്, ആര്യൻ ഇന്ന് നേരത്തെ വന്നോ? വന്നു. മിത്രക്ക് സുഖമില്ലല്ലോ. സന്തോഷം. നിങ്ങൾ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുമ്പോ എനിക്കും അമ്മക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാവുന്നത്. കാരണം എന്താണെന്നറിയാവോ, ഞങ്ങൾ 2 പേരും കൂടിയിട്ടാണല്ലോ മുൻകൈ എടുത്ത് നിങ്ങളുടെ വിവാഹം നടത്തി തന്നത്. ഇപ്പൊ നിങ്ങൾ സുഖമായിട്ടും അതുപോലെ തന്നെ സ്നേഹിച്ചും ജീവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനും അമ്മയാണ്. അല്ല ചേച്ചി എന്താ താമസിച്ചത്? ഒന്നും പറയട്ടെ, എന്റെ കൊച്ചച്ഛൻ ഗൾഫിൽ നിന്ന് വന്നിരുന്നു, കുറച്ച് ചോക്ലേറ്റും പെർഫ്യൂം ഒക്കെ കൊണ്ടുവന്നു. അമ്മക്ക് എന്തൊരു പിണക്കം പോലെ, കൊടുത്തപ്പോ മേടിച്ചില്ല. ദേവിയെടുത്തി. അതെ. അത് കൊള്ളാം, അപ്പൊ ഞങ്ങൾക്കില്ലേ? അല്ല നിങ്ങളൊരു പിണക്കത്തിലാണോ? ചിലപ്പോ ഞാൻ എന്താ മേടിക്കില്ല, ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല, കുറച്ച് ചോക്ലേറ്റ് മാത്രമേ കൊണ്ടുവന്നുള്ളൂ പറയുമ്പോ, ചോക്ലേറ്റ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ആര്യനും എത്ര അത് വാരി ഞങ്ങൾ എടുക്കാട്ടോ. അത് കാണുമ്പോ മീനാക്ഷിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതേസമയം നമ്മുടെ ദേവമംഗലത്താണെങ്കിൽ മുത്തശ്ശിയെടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കണം, അമ്മേ ആധാരം കൊടുത്ത് ആമേ, ആധാരം കൊടുത്ത് ആമയെന്ന് അനന്തനും അച്ഛനും മാറി മാറി ചോദിക്കുന്നുണ്ടെങ്കിൽ മുത്തശ്ശി പറഞ്ഞിടാ, നാളെ രാവിലെ വരെ സമയം എന്താ, നാളെ രാവിലെ നിങ്ങൾക്ക് തന്നെയല്ല ഞാൻ ആധാരം തരുന്നത്. അമ്മേ ഇതിലെന്തോ ചുറ്റിക്കളുണ്ട്, സത്യം പറയാമേ, അത് എന്റെയോ അച്ഛന്റെ പേര് മാത്രമാണോ അമ്മ എഴുതിയേക്കുന്നത്, അത് അമ്മയുടെ പേര് മാത്രമാണോ? അല്ല ഇങ്ങനെ ആധാരം തരാതിരിക്കേണ്ട അമ്മ ഓരോരോ കാരണങ്ങൾ പറയുന്ന പോലെ തോന്നുന്നു. പിന്നെ അമ്മക്ക് വളരെ ടെൻഷൻ പോലും തോന്നുന്നുണ്ട്. എന്താ അമ്മ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ എന്ന് പറയുമ്പോ, ഒരു പ്രശ്നവും ഇല്ലടാ, ഞാൻ പറഞ്ഞില്ലേ നാളെ ഞാൻ എന്തായാലും തരാം എന്ന് പറയണം. നാളെ എന്തായാലും ആകുമ്പോ സത്യങ്ങളൊക്കെ അറിയാലോ എന്ന് പറഞ്ഞിട്ട് അച്യുതനും അനന്തനും അങ്ങ് പോവാണ്. മുത്തശ്ശിക്ക് അങ്ങനെ ടെൻഷൻ ആവാട്ടെ, ഈശ്വര നാളത്തെ ദിവസം വെട്ടും കൊത്തും കൊലപാതകം ഒക്കെ നടക്കുവോ എനിക്കറിയില്ല. അപ്പൊ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാൻ, ഗോമതിയുടെ ധർമ്മന്റെ പേരിലൊക്കെ തന്നെയായിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാവുക. അതാണല്ലോ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന മുത്തശ്ശി ഇങ്ങനെ പേടിക്കാൻ വേണ്ടി കാരണം. അങ്ങനെ ഗോമതി ആണെങ്കിൽ ആകെ വിഷമത്തിലാണ്, മീനാക്ഷരത്ത് ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നല്ലോ എന്നുള്ള വിഷമം. അതേസമയം ദേവി ആണെങ്കിലോ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ തിരികൊളുത്തിന് ശേഷം പതുക്കെ മീനാക്ഷിയുടെ റൂമിലേക്ക് കയറി ചെല്ലുവാട്ടോ. മീനു, ആ ചോക്ലേറ്റ് എവിടെ? ഏത്? അല്ല കൊണ്ടുവന്നില്ലേ, കൊച്ചച്ഛൻ കൊണ്ടുവന്നത്, ആ ചോക്ലേറ്റ് താ എന്ന് വേണ്ടി ചോക്ലേറ്റ് കഴിക്കാൻ പോവാ. അതെ ദേവിയെടുത്തൊരു സ്വഭാവമൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടോ. അമ്മയുടെ മുമ്പിൽ ഭയങ്കര ദേഷ്യം കാണിച്ചു, അമ്മേനെ എന്നെ അകറ്റാൻ വേണ്ടിട്ട്. ഇപ്പൊ പതുക്കെ വന്നിട്ട് ചോക്ലേറ്റ് മേടിക്കുന്നു. ചോക്ലേറ്റ് അങ്ങനെ കഴിക്കേണ്ട. മീനാക്ഷിക്ക് വാശിയാണോ? എന്നാ എനിക്ക് ചോക്ലേറ്റ് വേണ്ട, എന്റെ അച്ഛനോട് പറഞ്ഞാലേ ഒരു ചോക്ലേറ്റ് ഫാക്ടറി തന്നെ തുടങ്ങി തരും എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി ദേവി അവിടെ പോവാണ്. മീനാക്ഷി ഇത് എന്തൊരു സാധനം എന്ന രീതിയിൽ മീനാക്ഷി അങ്ങനെ നിൽക്കുവാട്ടോ.
അങ്ങനെ നാളെ നമ്മുടെ ദേവമംഗലത്തെ പ്രമാണം വായിക്കാണ് മുത്തശ്ശി ഞെട്ടിച്ചുകൊണ്ട്. പ്രമാണത്തിൽ എല്ലാ മക്കൾക്കും ഓരോരോ പങ്ക്. കാരണം ഗോമതി ബാലനായിട്ട് ഒളിച്ചോടി പോയി വിവാഹം കഴിച്ചുകൊണ്ട് ഗോമതിക്ക് ഒരു തരി പൊന്നു പോലും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. പെൺപിള്ളേർക്കും കുറച്ചൊക്കെ കൊടുക്കണോന്നാണല്ലോ, അങ്ങനെ ആൺ പെൺ വേർതിരിവ് പാടില്ലല്ലോ. അതുകൊണ്ട് ഗോമതിക്ക് നല്ല രീതിയിൽ തന്നെ സ്വത്തുക്കൾ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഇത്ര പ്രശ്നം വരാനുള്ള കാരണം. അപ്പൊ നാളെ നല്ല അടി വഴക്ക് ഇടിയൊക്കെ സംഭവിക്കും. അതേസമയം മീനാക്ഷി ആണെങ്കിൽ രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴേക്കും ദേ വരുന്നു മീനാക്ഷിയുടെ അച്ഛനും അമ്മയും കൂടിയിട്ട്. വേറൊന്നല്ല, ബാലനെയും ഗോമതിനെയും കണ്ടിട്ട് അനുവാദം ചോദിക്കാൻ വേണ്ടി വരുവാണ്. മക്കളെ രണ്ടുപേരെയും 2 ദിവസത്തേക്ക് അവിടെ നിർത്തിക്കോട്ടെ എന്ന് ചോദിക്കാനായിട്ട്. അത് കേൾക്കുമ്പോഴേക്കും ഗോമതിക്കാകെ വിഷമാവും കേട്ടോ. ഗോമതി പറഞ്ഞിട്ട് ബാലേട്ടൻ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുകയാണ്. അത് സാരില്ല, ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ, ബാലൻ വന്നിട്ട് സംസാരിച്ചിട്ട് പോവാം. അത് ബാലേട്ടൻ വരാൻ താമസിക്കും. എന്നാ ഗോമതി പറഞ്ഞാൽ മതി, എന്തായാലും പിള്ളേരെ വിടണം കേട്ടോ. എത്ര നാളെ എന്റെ മോൾ വീട്ടിൽ വന്നിട്ട് ഇപ്പൊ സന്തോഷമുണ്ട്, മരുമകനും കൂടി ഉണ്ടല്ലോ, ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങളുടെ കുടുംബമൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഭയങ്കര സന്തോഷത്തിലാണ് സംസാരിക്കുന്നത്. പക്ഷെ ഗോമതിക്ക് അതൊക്കെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം മീനാക്ഷിനെ ആകാശനെ തട്ടിയെടുക്കുന്ന ഒരു വിചാരത്തിനുള്ളില്. അത് മാത്രല്ല, മീനാക്ഷി നമ്മ പറയണ്ട, അതെ മീനാക്ഷി ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നതൊക്കെ ശരി തന്നെയാണ്. അവർക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, കല്യാണം കഴിഞ്ഞ അടുക്കള കാണുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അടുക്കള കാണുമ്പോ എന്തെങ്കിലുമൊക്കെ തരണം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഓ, അതൊന്നും വേണ്ടെന്നേ. ദേ നിങ്ങളുടെ മകള് തന്നെ ഏറ്റവും വലിയ മഹാലക്ഷ്മിയായ വീട്ടില്, അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ആചാരോ ഒരു ഇതോ ഒന്നും ആവശ്യമില്ലെന്ന് ഗോമതി പറയുമ്പോ നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ വേണ്ട, അയ്യോ അങ്ങനെ പറഞ്ഞത് ശരിയാവില്ലല്ലോ, ഞങ്ങൾക്ക് ഒരുറ്റ മോളേ ഉള്ളൂ, അവൾക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കണം, ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ. മാത്രമല്ല ഞങ്ങൾ ആർക്കു വേണ്ടിയാണ് ജീവിക്കണത്, ആർക്കു വേണ്ടി അധ്വാനിക്കണം. നല്ല പ്രായത്തിലൊക്കെ എല്ലാ മോൾക്കും മരുമകനും വരട്ടല്ലേ, അവര് നാളെ കുടുംബമായിട്ട് സുഖമായിട്ട് ജീവിക്കുമ്പോ അവർക്ക് ഒരു കുറവില്ലാതെ ജീവിക്കാനല്ലേ എന്ന് പറയുമ്പോ ഗോമതി പറഞ്ഞ, അയ്യോ അവർക്ക് ഒരു കുറവുണ്ടാവില്ല, ഗോമതി സ്റ്റോഴ്സ് നല്ല രീതിയിൽ തന്നെ വരുമാനം കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോ നമ്മുടെ മീനാക്ഷി അച്ഛൻ പറയുന്നുണ്ട്, അതെ വരുമാനത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, നാളെ ഇത് മാത്രമല്ലല്ലോ കുടുംബം, നാളെ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവും, കുട്ടികളുണ്ടാവും, അവരുടെ വിവാഹം കാര്യങ്ങൾ, പിന്നെ ഇവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ, ആര്യനുണ്ട്, അതുപോലെ തന്നെ ആനന്ദ് ഉണ്ട്. അങ്ങനെ അവരുടെ വിവാഹം കഴിയുമ്പോ അവർക്കും കുഞ്ഞും, അവരുടെ വിവാഹം കഴിഞ്ഞ അപ്പൊ അവർക്കും കുഞ്ഞും കുടുംബമൊക്കെ ഉണ്ടാകുമ്പോ അവരെ നോക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് ഗോമതി സ്റ്റോഴ്സിന്റെ ചെലവ് കൊണ്ട് മാത്രം പറ്റില്ലല്ലോ, അതുകൊണ്ട് എന്റെ മോൾക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കണ്ടേ, അതിന് അമ്മയുടെ അച്ഛൻ്റെ ഒരു ഉത്തരവാദിത്വം അല്ലേ. നിങ്ങൾക്ക് നിങ്ങളുടെ മോൾക്ക് ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ കൊടുത്തെന്ന് ഗോമതി പറയാണ്. അതാ പറഞ്ഞ അടുക്കള കാണാൻ ചടങ്ങ് പോലെ വെച്ചിട്ട് എന്താ വെച്ചാൽ കൊടുക്കാം, അല്ലെ ഇവിടെ ഇല്ലാത്ത സാധനം എന്താന്ന് പറഞ്ഞാൽ അത് വാങ്ങിക്കാം എന്ന് പറയാണ്. ഓ, ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടെന്നേ എന്ന് പറയുമ്പോഴേക്കും അല്ല, ചില സാധനങ്ങളൊക്കെ ഇല്ലാന്ന് തോന്നുന്നു, ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് ഇല്ലാത്തത് മാത്രം മേടിച്ചു തന്നാൽ മതിയല്ലോ എന്നൊക്കെ നമ്മുടെ മീനാക്ഷിയുടെ അമ്മ പറയാണ്. ഇതൊട്ടും തന്നെ നമ്മുടെ ഗോമതിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ മീനാക്ഷിക്ക് അങ്ങനെ വലിയ തെറ്റായിട്ട് തോന്നണമൊന്നുമില്ല. കാരണം അവരുടെ മകൾക്ക് വേണ്ടി അവരുടെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടത് അവർക്ക് മകൾക്ക് വേണ്ടി അവർ ചെലവാക്കുന്നു. അതിനിപ്പോ നാണക്കേടോ അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടോ മീനാക്ഷി കാണുന്നില്ല, അത് ആരും കാണുന്നില്ല. പക്ഷെ ഗോമതിക്കും ദേവിക്കും മാത്രമാണ് അതിനുള്ള കല്ലുകടി ഉള്ളത്. അങ്ങനെ അവിടെ ഇല്ലാത്ത കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാൻ വേണ്ടി മീനാക്ഷിയുടെ അച്ഛനും അമ്മയും തീരുമാനിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിന്റെ പുറകെ ബാലൻ നന്നായിട്ട് ദേഷ്യപ്പെടാൻ പോകുന്ന ഭാഗം വരാൻ പോകുന്നേ ഉള്ളൂ. നമ്മുടെ സാന്ത്വനം ഫസ്റ്റിന്റെ പോലെ തന്നെ ഇതിൽ നമ്മുടെ തമ്പിക്ക് പകരം മീനാക്ഷിയുടെ അച്ഛനായിരിക്കും. കാരണം മകളോടുള്ള സ്വാർത്ഥമായിട്ടുള്ള സ്നേഹം. പക്ഷെ അത്ര ഒരു ക്രൂരത ഈ അച്ഛന് ഇല്ല കേട്ടോ. കാരണം മകളെ മരുമകനെ സ്വന്തം വീട്ടിലേക്ക് ഒന്ന് നിർത്തണം, അത് മാത്രമേ ഉള്ളൂ ആഗ്രഹം. എന്തായാലും ഇങ്ങനത്തെ ഒരു ഭാഗം തമിഴിലുണ്ട് കേട്ടോ. മീനാക്ഷിയുടെ അച്ഛനും അമ്മക്കും മീനാക്ഷി ആകാശം അവിടെ വന്ന് നിൽക്കണം, അവർക്ക് ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഇങ്ങനെ തമിഴിലും ഉണ്ട് ഈ ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.